റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീണ ടീയുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനി എന്ന ഇഡി നിഗമനം. കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് പന്തിരാങ്കാവിലാണ് പ്രവർത്തിക്കുന്നത്. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് സ്ഥാപനമുള്ളത്. കമ്പനി വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതിയൊട്ടിച്ച നിലയിലാണ്. ഓഫീസ് മുറി അടഞ്ഞു കിടക്കുകയാണ്. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളെന്നും നിയമപരമായി നേരിടുമെന്നും PA മുഹമ്മദ് റിയാസ്. മലയാള മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഒരു 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഒന്ന്, അവിടെ പ്രോപ്പറായ ആളുകൾ വരികയോ പണ്ടെപ്പോഴോ വന്നു എന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായി തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയില്ല എന്ന് കെട്ടിടമുടമ തന്നെ പറയുന്നു. 2, അവിടെ സ്ഥിരമായിട്ടുള്ള ജീവനക്കാരില്ല എന്നതുകൂടി വ്യക്തമാക്കപ്പെടുന്നു. 3, മാത്രമല്ല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് യാതൊരു വിവരങ്ങളുമില്ല. അവിടെ ഒരു വെള്ളപ്പേപ്പർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ഈ സ്ഥാപനത്തിന്റെ ഓൺലൈൻ വിലാസമുള്ളിടത്തല്ല ഇത് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഷെൽ കമ്പനിയാണെന്ന ഇഡി നിഗമനം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും മാധു, അതായത് ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡി നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് കോഴിക്കോട് ആസ്ഥാനമായ ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് 15 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട്, ഈ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ ബാങ്ക് അക്കൗണ്ട് ഇഡി ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് മുതൽ തന്നെ ഈ സ്ഥാപനം എവിടെയാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ ഇന്നലെയാണ് മുഹമ്മദ് റിയാസ് പരസ്യ പ്രതികരണം നടത്തുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ തുടരാനുമുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്കുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം നിലവിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ സ്വന്തം അഫിഡവിറ്റിൽ താൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഈ അഫിഡവിറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ടി വീണയ്ക്ക് ജീവിത പങ്കാളിയെ ടി വീണയ്ക്ക് 10,94,000 രൂപയുടെ നിക്ഷേപം ഈ സ്ഥാപനത്തിലുണ്ടെന്ന് അഫിഡവിറ്റിൽ നൽകുകയും ചെയ്തിരുന്നു. എക്സാലോജിക്കിലുമുണ്ട്, ഒപ്പം തന്നെ കിയാലിലെ നിക്ഷേപമുണ്ട്. അതിന് പുറമെ മൂന്നാമത്തെ ഒരു കമ്പനിയാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനം എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, പന്തീരാങ്കാവിൽ ദേശീയപാത 66 നിന്ന് ഒരു 200 മീറ്റർ മാറി മണക്കടവ് റോഡിൽ പുളങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 നില കെട്ടിടത്തിന്റെ 1ാം നിലയിലെ ഒറ്റമുറിയിലാണ് ഈ സ്ഥാപനമുള്ളത്. സ്ഥാപനം എന്ന് പറയുന്നത് ഈ ഷട്ടർ ഇട്ട് പൂട്ടിയ നിലയിലാണ്. അതിന്റെ പുറത്ത് നിന്ന് റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സ്ഥാപനമാണെന്ന് മനസ്സിലാവില്ല. കാരണം ഒരു നെയിം ബോർഡോ ഒന്നും തന്നെ ഇല്ല. മുകളിൽ കയറി നോക്കിയാൽ മാത്രം ഒരു A4 ഷീറ്റിൽ ഈ കമ്പനിയുടെ പേര് എഴുതി, ആ ബിൽഡിങ്ങിന്റെ അഡ്രസ്സ് എഴുതി, GST നമ്പർ എഴുതിയ ഒരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്ത ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് ഇൻസർഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ കെട്ടിടത്തിന്റെ ഉടമ പറയുന്നത് ഇത് 2023 വാടകയ്ക്ക് നൽകിയതാണ്. ഡോക്ടർ അനീസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് വാടകയ്ക്ക് നൽകിയതാണ്. ഡോക്ടർ അനീസ് ആണ് ടി വീണയുടെ മറ്റൊരു പാർട്ട്ണറാണ്. ഈ സ്ഥാപനത്തിന്റെ 2 പാർട്ട്ണർമാരാണുള്ളത്. ഈ ഡോക്ടർ അനീസിന്റെ പേരിലാണ് വാടകയ്ക്ക് എടുത്തത്. മാസം 3,500 രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നു. വാടക കൃത്യമായി നൽകുന്നുണ്ട്, കരാർ പുതുക്കിയും പോകുന്നുണ്ട്. പക്ഷേ സ്ഥിരമായി ഇവിടെ ആരും വരാറില്ല എന്ന് പറയുന്നു. വല്ലപ്പോഴും ആളുകൾ വന്നു പോകുന്നതായിട്ട് പറയുന്നു. അത് തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴും മനസ്സിലാകുന്നത്. തൊട്ടടുത്ത് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കും അതിന്റെ സൈൻ ചെയ്യാനും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വവും കൂടുതൽ അധികാരവും വീണ ടീയുടെ പേരിൽ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കപ്പെടുകയും ചെയ്യുന്നത്. ഷെൽ കമ്പനിയാണ് എന്നുള്ളതാണ് ഇഡി നിഗമനം.